പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആരാധനാക്രമ മത്സരത്തിലെ 4ാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്. ഇന്നേ ദിവസം തിരുക്കുടുംബത്തിൽ ഉണ്ടായ ഒരു പ്രതിസന്ധിയാണ് തിരുസഭാ മാതാവ് നമ്മുടെ ധ്യാനത്തിനായി ചിന്താവിഷയമാക്കിയിരിക്കുന്നത്. യൗസേപ്പ് പിതാവും മാതാവും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ ഒരു പ്രതിസന്ധി. ഇവർ തമ്മിലുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നസ്രസിലെ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു മേരി. അതുകൊണ്ട് തന്നെ നിരവധി യുവാക്കൾ മേരിയുടെ മാതാപിതാക്കളെ സമീപിക്കുകയുണ്ടായി വിവാഹ അഭ്യർത്ഥനയുമായിട്ട്. നിരവധി ആളുകൾ തങ്ങളെ സമീപിച്ചതുകൊണ്ട് അവർക്ക് തന്നെ സംശയമായി, ഇവരിൽ ആരായിരിക്കും തങ്ങളുടെ മകൾക്ക് അനുയോജ്യനായ ഭർത്താവെന്ന്. പ്രശ്ന പരിഹാരത്തിന് തങ്ങളെ സഹായിക്കുന്നതിനായിട്ട് അവർ ഇരുവരും കൂടി ദേവാലയത്തിലെ പുരോഹിതനെ സമീപിച്ചു. പുരോഹിതൻ എല്ലാം കേട്ട ശേഷം ആ യുവാക്കന്മാർ എല്ലാവരോടും ഒരു നിശ്ചിത സമയത്ത് ദേവാലയത്തിൽ വരുവാനായിട്ട് നിർദ്ദേശിച്ചു. ദേവാലയത്തിലെത്തിയ അവർ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ വടി എടുത്തു കൊടുത്തുകൊണ്ട് ആ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവാലയത്തിൽ കുറച്ചു നേരം പ്രാർത്ഥിക്കുവാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ കയ്യിൽ നിന്ന വടി പുഷ്പിക്കുവാൻ തുടങ്ങി. അവർക്ക് പിന്നെ അധികം ചിന്തിക്കേണ്ടി വന്നില്ല. ദൈവിക അടയാളമായി ഇത് മനസ്സിലാക്കുകയും യൗസേപ്പ് പിതാവും മാതാവും തമ്മിലുള്ള വിവാഹ നിശ്ചയം അവിടെ നടക്കുകയുമാണ് ചെയ്യുന്നത്. ഈ കഥയ്ക്ക് വലിയ അടിസ്ഥാനമൊന്നുമില്ല എങ്കിലും നമ്മൾ സാധാരണ കാണുന്ന യൗസേപ്പ് പിതാവിൻ്റെ രൂപത്തിലുള്ള പുഷ്പിച്ച വടിയും ഈ കഥയും തമ്മിൽ ബന്ധപ്പെടുത്തി പലരും സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. വിവാഹ നിശ്ചയം കഴിയുന്ന ചെറുക്കനും പെണ്ണും ഒരുമിച്ചല്ലല്ലോ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൗസേപ്പ് പിതാവും മാതാവും അവരവരുടെ ഭവനങ്ങളിലാണ് താമസിച്ചിരുന്നത്. ഈ അവസരത്തിലാണ് മാതാവ് ഗർഭവതിയായി കാണപ്പെടുന്നത്. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു അത്. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നതാണ് യഹൂദ നിയമം. പക്ഷേ അത് ചെയ്യുന്നതിന് തൻ്റെ മനസാക്ഷി യൗസേപ്പ് പിതാവിനെ അനുവദിച്ചില്ല. കാരണം മറിയം ഇതിൽ നിഷ്കളങ്കയാണ്, തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന പരിപൂർണ്ണ വിശ്വാസമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ മറിയത്തെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ച് തന്നോടൊപ്പം ജീവിക്കുവാനായിട്ട് അനുവദിക്കുകയാണെങ്കിൽ മറിയത്തെ മാത്രമല്ല, തന്നെയും ആളുകൾ കല്ലെറിഞ്ഞ് കൊന്നുകളയും. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത ഒരു പരിഹാരത്തെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെയാണ് മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു നിശ്ചയത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നത്. ഈ തീരുമാനത്തിൽ എത്തിയ ശേഷം യൗസേപ്പ് പിതാവ് ഉറങ്ങുവാൻ പോവുകയാണ്. ഈ ഉറക്കം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു നിദ്രയായിട്ട് നാം ഈ ഉറക്കത്തെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ബൈബിൾ പണ്ഡിതരുടെ അഭിപ്രായം. ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം ഈ സ്ഥിതിയിൽ ഒരു യുവാവിനും സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുവാനായിട്ട് സാധിക്കുകയില്ല. മറിച്ച് ദൈവവുമായിട്ടുള്ള ഒരു സംവാദമായിരുന്നു യൗസേപ്പ് പിതാവ് നടത്തിയിരുന്നത്. ആ സംവാദത്തിനിടയിൽ ദൈവദൂതൻ സംശയ നിവാരണത്തിനായി യൗസേപ്പ് പിതാവിന് പ്രത്യക്ഷപ്പെടുകയാണ്. മറിയത്തിന് സംശയ നിവാരണം ചെയ്തതുപോലെ തന്നെ ദൈവദൂതൻ സംശയ നിവാരണം ചെയ്ത് പറയുകയാണ്, യൗസേപ്പെ, നീ ഭയപ്പെടേണ്ട. മറിയം ഗർഭവതിയായിരിക്കുന്നത് അന്യപുരുഷനിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തനം മൂലമാണ്. അവളിൽ നിന്ന് ജനിക്കുന്ന ശിശു പരിശുദ്ധനായിരിക്കും, വരുവാനിരിക്കുന്ന രക്ഷകനായിരിക്കും ആ ശിശു. അവന് നീ യേശു എന്ന് പേരിടണം. ദൈവഹിതം ഇതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ
ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തിന് സമർപ്പിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ തന്നെ മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് യൗസേപ്പ് പിതാവ് ആമേൻ പറയുകയാണ്. തൻ്റെ ജീവിതത്തിലുണ്ടായിട്ട മറിയവും താനും തമ്മിലുണ്ടായ ബന്ധത്തിലുണ്ടായ ആ പ്രതിസന്ധി തരണം ചെയ്ത അവസരത്തിൽ തന്നെ മുഴുവനായ ദൈവത്തിന് തുറന്നു കൊടുത്തുകൊണ്ട് തന്നെ മുഴുവനായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതം തന്നിൽ നിറവേറ്റുവാനായിട്ട് പരിശ്രമിച്ച ഒരു വ്യക്തിത്വമാണ് യൗസേപ്പ് പിതാവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഒരു ചെറിയ കഥ ഈ അവസരത്തിൽ അനുസ്മരിച്ചു കൊള്ളട്ടെ. ഫ്രൈഡ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ എങ്ങോ പോകുന്ന വഴിയരികിൽ വെച്ച് വേറൊരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യൻ ഒരു കസേര തല്ലിപ്പൊളിച്ച് കളയുകയാണ്. നന്നായിട്ട് അലങ്കാരപ്പണികളുള്ള ഒരു മനോഹരമായ കസേര. ഇത് കണ്ടപ്പോൾ ഫ്രൈഡ് ആ മനുഷ്യനോട് പറയുകയാണ്, താങ്കൾ എന്തിനാണ് അത് നശിപ്പിച്ച് കളയുന്നത്? അതെനിക്ക് തരാമോ? ഞാനത് ശരിയാക്കിക്കൊള്ളാം. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ്റെ ദേഷ്യം ഇരട്ടിയായി. ഉടനെ തന്നെ ആ കസേര തല്ലി ഒടിച്ച് നശിപ്പിക്കുകയാണ്. അപ്പോൾ ഫ്രൈഡിന് വളരെ സങ്കടമായി. താൻ അയാളോട്, താങ്കൾ എന്തിനാണിത് നശിപ്പിക്കുന്നത്? അതെനിക്ക് തന്നേക്കാമോ? ഞാനത് ശരിയാക്കിക്കൊള്ളാം എന്നല്ലേ പറഞ്ഞുള്ളൂ. ഈ സംഭവത്തിന് ശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫ്രൈഡിൻ്റെ ജീവിതത്തിലേക്ക് പരാജയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പ്രവേശിക്കുവാൻ തുടങ്ങി. ആ പരാജയങ്ങളെ തരണം ചെയ്യുവാനായിട്ട് ഫ്രൈഡിന് സാധിച്ചുമില്ല. അതുകൊണ്ട് ഫ്രൈഡ് ആകപ്പാടെ നിരാശനായി. ഒരു ദിവസം ആത്മഹത്യ ചെയ്യുവാൻ തന്നെ തീരുമാനിച്ച് ഒരു കയറ് കയ്യിലെടുത്ത് കയറിൽ തൂങ്ങി മരിക്കുവാനായിട്ട് വൃക്ഷം അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് പോകുന്ന വഴി അന്തരാത്മാവിൽ നിന്ന് ഒരു സ്വരം കേൾക്കുകയാണ്, നീ എന്തിനാണ് അത് നശിപ്പിക്കുന്നത്? എനിക്ക് തന്നേക്കാമോ? ഞാനത് ശരിയാക്കിക്കൊള്ളാം. വർഷങ്ങൾക്ക് മുമ്പ് കസേര നശിപ്പിക്കുവാൻ ശ്രമിച്ച ആ മനുഷ്യനോട് താൻ ചോദിച്ച് ആ ചോദ്യം ഇന്ന് തൻ്റെ അന്തരാത്മാവിൽ ദൈവം തന്നോട് ചോദിക്കുന്നതായിട്ട് ഫ്രൈഡിന് അനുഭവപ്പെട്ടു. അന്ന് ആ മനുഷ്യൻ കസേര നശിപ്പിച്ചപ്പോൾ വളരെ സങ്കടമുണ്ടായതെനിക്ക്. ഇന്ന് ജീവൻ തനിക്ക് തന്ന ദൈവത്തിന് എന്ത് സങ്കടമായിരിക്കും താൻ ഈ ജീവൻ അവസാനിപ്പിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഒരിക്കലും ജീവൻ അവസാനിപ്പിക്കാൻ പാടില്ല, ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിച്ച് കയ്യിലിരുന്ന കയറ് വലിച്ചെറിഞ്ഞ് ഒരു ദേവാലയത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. ദേവാലയത്തിൽ ദീർഘനേരം ചെലവഴിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനുള്ള ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് ദേവാലയത്തിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് ആ മനുഷ്യൻ മടങ്ങുന്നത്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. നാം ഇപ്പോൾ കണ്ട ആ കഥയിലെ ഫ്രൈഡ് എന്ന ആ കഥാനായകനെ പോലെ, സുവിശേഷത്തിലെ യൗസേപ്പ് പിതാവിനെ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ശാരീരികവും മാനസികവുമായ വേദനകൾ, ഒരുപക്ഷേ ശാരീരിക വേദനകളെക്കാളും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് മാനസിക പീഡനങ്ങളായിരിക്കാം. അതുപോലെ നമ്മുടെ കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഭാര്യ ഭർത്തൃബന്ധത്തിൽ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധത്തിൽ, അയൽവാസികളുമായുള്ള ബന്ധത്തിൽ, പറമ്പിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ പല പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രതിസന്ധികൾ തരണം ചെയ്യുവാനായിട്ട് നാം ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നതോടൊപ്പം നമ്മെ തന്നെ മുഴുവനായി നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. നമുക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കാത്ത അവസരങ്ങളിൽ ദൈവത്തിന് പരിഹാരം നമുക്ക് നിർദ്ദേശിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടുള്ളതല്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. തൻ്റെ പ്രതിസന്ധിയിൽ ആ പ്രതിസന്ധി തരണം ചെയ്യുവാനായിട്ട് ശ്രമിച്ചിരുന്നതോടൊപ്പം ദൈവത്തിന് തന്നെ മുഴുവനായി തുറന്നു കൊടുത്തുകൊണ്ട് ദൈവകുമാരന് വന്ന് പിറക്കുവാനായി തൻ്റെ ഭവനത്തിൽ സ്ഥലമൊരുക്കിയ യൗസേപ്പ് പിതാവിനെ പോലെ നമുക്കും നമ്മുടെ പ്രതിസന്ധികളിൽ ആ പ്രതിസന്ധികൾ തരണം ചെയ്യുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മെ തന്നെ മുഴുവനായി ദൈവത്തിന് തുറന്നു കൊടുത്തുകൊണ്ട് യേശുവിന് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വന്ന് പിറക്കുവാനായിട്ട് നമുക്ക് സ്ഥലമൊരുക്കാം. അങ്ങനെ നാം കൊണ്ടാടുവാൻ പോകുന്ന ആ ക്രിസ്മസ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ട അനുഗ്രഹം
മനുഷ്യനായി അവതരിച്ച യേശു നമുക്കേവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും വരുവാനിരിക്കുന്ന ക്രിസ്മസിൻ്റെ 100 മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു.